പ്രിയപ്പെട്ട മലയാളികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ കേരളത്തിലെ ചെറുപ്പക്കാരുടെ സമ്പൂർണ്ണ സ്വപ്ന സാക്ഷാത്കാരമാണ് നടപ്പിലാക്കുന്നത്. കാരണം ചെറുപ്പക്കാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ, അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പോലും കേരളത്തിൽ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് നിസ്തർക്കമാണ്. അതിനായി നിങ്ങൾ PSCയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ, അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും പൊതുജന അധികാര സഭ നൽകുന്ന തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവർക്കും 1,00,000 രൂപ പ്രതിമാസ വരുമാനം ലഭിക്കുന്ന ഒരു നവീന പദ്ധതി സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതാണ്. അതും അധികാരമേറ്റ് 2 മാസത്തിനുള്ളിൽ തന്നെ നിയമം പാസ്സാക്കി ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഏത് തൊഴിലും ചെയ്താലും നിങ്ങൾക്ക് വരുമാനം ഉറപ്പാണ്. അത് പ്രതിമാസം 1,00,000 രൂപ. അതുപോലെ തന്നെയാണ് മയക്കുമരുന്നും മറ്റുമുള്ള ഉപയോഗങ്ങൾ തടയുക എന്ന്. നമ്മുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനുള്ള നടപടികൾ വളരെ കർശനമായി തന്നെ നടപ്പിലാക്കും. കാരണം ഈ മയക്കുമരുന്നിന് അടിമയാകേണ്ട ഒരാവശ്യവും നമ്മുടെ യുവജനങ്ങൾക്കില്ല. അവർ നിരാശയിൽ നിന്നാണ് മയക്കുമരുന്നിന് അടിമപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നിരാശ വരേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ജീവിക്കാനുള്ള നല്ല തൊഴിലവസരങ്ങളും നല്ല വരുമാന മാർഗവും നമ്മുടെ സർക്കാർ ഉറപ്പുകൊടുക്കും. പിന്നെ അതിനൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഈ മയക്കുമരുന്ന് വിപണനം നടത്തുന്ന എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ എൻ്റെ സർക്കാർ ഫ്രീസ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പണവിനിമയം മുഴുവൻ, അതായത് സർക്കാർ കൊടുക്കുന്ന പണം മുഴുവൻ അക്കൗണ്ട് ത്രൂവേ കൊടുക്കുകയുള്ളൂ. തന്മൂലം യുവാക്കളുടെ കയ്യിൽ വരുന്ന പണം അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും. ഈ മയക്കുമരുന്ന് വാങ്ങിക്കാനായിട്ട്, ഈ പണം ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അത് തടയാനായിട്ട് ഓരോ പൊതുജന അധികാര സഭയ്ക്കും നമ്മൾ കർശന നിർദ്ദേശം നൽകുന്നതാണ്. തന്മൂലം മയക്കുമരുന്ന് വിപണനം കേരളത്തിൽ നടക്കാതെ വരും. ഫ്രീ ആയി കൊടുക്കാൻ പറ്റും, അല്ലാതെ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മയക്കുമരുന്ന് വിപണി നമ്മൾ വരിഞ്ഞു മുറുക്കും. അങ്ങനെ നമ്മുടെ യുവാക്കളെ മയക്കുമരുന്നിൻ്റെ ദൂഷ്യ വശങ്ങളിൽ നിന്നും വിമുക്തരാക്കും. അതാണ് നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാവർക്കും 1,00,000 രൂപ പ്രതിമാസം നൽകുമെന്നുള്ള നമ്മുടെ പ്രഖ്യാപനവും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഡോക്ടർമാർക്ക് 2,00,000 രൂപ പ്രതിമാസ വരുമാനം, അതുപോലെ ആശുപത്രി ജീവനക്കാർക്കെല്ലാം, നേഴ്സുമാർക്കുൾപ്പെടെ എല്ലാവർക്കും മിനിമം 1,00,000 രൂപയാണ് നമ്മുടെ സർക്കാർ നൽകുവാനായിട്ട് റെഡിയായിരിക്കുന്നത്. അതുപോലെ തന്നെ സൗജന്യ ചികിത്സ, സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെല്ലാം സൗജന്യ ചികിത്സ. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ പണം കണ്ടെത്തുക എന്നത്. ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് അവർക്ക് എക്സംഷൻ കൊടുക്കുന്ന ഒരു സ്കീം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ശതകോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്ക് 1 രൂപ പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും അത് ആകർഷകമായിരിക്കും. അത് കേരള സർക്കാർ അങ്ങനെ ഒരു സ്കീം നടപ്പിലാക്കിയാൽ തീർച്ചയായും ധാരാളം വിദേശ നിക്ഷേപങ്ങൾ വരെ അതിലൂടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഇത് ഞാൻ വളരെയധികം ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 അപ്പം കൊണ്ട് 5,000 പേർക്ക് കൊടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു അത്ഭുത പ്രവർത്തനം തന്നെയാണ് നമ്മൾ പുതിയ ആധുനിക യുഗത്തിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായും നടപ്പിൽ വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ബാക്കിയൊക്കെ നിങ്ങളുടെ സഹകരണമാണ് ഏറ്റവും ഇതിന് ആവശ്യം. ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഞാൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരമാവധി ആളിലേക്ക് എത്തിക്കുക. കാര്യം ഈ പ്രചരണത്തിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത് ജനങ്ങൾ ഏറ്റെടുക്കണം, എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അഡ്വക്കേറ്റ് സോണിമോൻ കെ മാത്യു. താങ്ക് യു വെരി മച്ച്.